ഇന്ത്യക്കുമേൽ ഇരട്ടിത്തീരുവ ഏർപ്പെടുത്താനുള്ള തീരുമാനത്തിന് പിന്നിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മാത്രമല്ല എന്ന് അമേരിക്ക. വ്യാപാര കരാർ ചർച്ചകൾ ഇന്ത്യ വലിച്ചിഴച്ചെന്നും അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് പറഞ്ഞു. ഇരട്ടിത്തീരുവ പ്രാബല്യത്തിലായെങ്കിലും ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ അമേരിക്ക പ്രതീക്ഷ കൈവിടുന്നില്ല. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വീണ്ടും ചേരുന്നത്. മധു, ഈ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ഇന്ത്യയും അമേരിക്കയുമായുള്ള ബന്ധം സങ്കീർണമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ടെങ്കിലും അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഇന്ത്യയും അമേരിക്കയും നല്ല സുഹൃത്തുക്കളാണ് എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ റഷ്യൻ എണ്ണ വാങ്ങുന്നത് മാത്രമല്ല കാരണം. ഈ 5 തവണ 6 തവണയൊക്കെ ചർച്ചകൾക്ക് ശേഷവും ഇന്ത്യ നിലപാടിൽ മാറ്റം വരുത്തുന്നില്ല എന്നൊരു പരാതി കൂടി ഉന്നയിച്ചിട്ടുണ്ടല്ലോ. കൃഷ്ണ, ഉന്മേഷ്, ആ രീതിയിലാണ് സ്കോട്ട് ബെസന്റ് പ്രതികരണം വന്നിരിക്കുന്നത്. നമുക്കൊരു സമ്മിശ്ര പ്രതികരണം വേണമെങ്കിൽ പറയാം. ഇന്ത്യക്ക് മേൽ അധിക തീരുവ ഏർപ്പെടുത്തിയ അമേരിക്കൻ തീരുമാനത്തിന്റെ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാരണങ്ങളും സ്കോട്ട് ബെസന്റിലൂടെ പുറത്തു വരികയാണ്. റഷ്യയുടെ എണ്ണ ഒരു കാരണം മാത്രമായിരുന്നു, എന്നാൽ ഈ വ്യാപാര ചർച്ചകൾക്കിടയിലുണ്ടായ പ്രശ്നങ്ങളാണെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. കരാർ ചർച്ചകൾക്കായി ആദ്യം മുന്നോട്ട് വന്ന രാജ്യം ഇന്ത്യയായിരുന്നു. അതിവേഗം ഇന്ത്യയുമായി ഒരു കരാർ സാധ്യമാകുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ അമേരിക്ക ആദ്യഘട്ടം വെച്ച് പുലർത്തുകയുണ്ടായിരുന്നു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്നെ ഇത് സംബന്ധിച്ച് വലിയ പ്രസ്താവനകൾ നടത്തിയിരുന്നു. മെയ് ജൂൺ മാസത്തോടെ ഈ വ്യാപാര കരാർ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇന്ത്യ ഈ കരാറിനോട് ഒരു മെല്ലപ്പോക്ക് സമീപനമാണ് സ്വീകരിച്ചതെന്നാണ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റ് എന്ന് പറയുന്നത്. ഇന്ത്യ ഈ ചർച്ചകളിൽ അമേരിക്കയെ കൊണ്ട് കൂടുതൽ സമയം ചെലവഴിപ്പിച്ചു. റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിലൂടെ ഇന്ത്യ അമിത ലാഭം നേടുന്നുണ്ടെന്നും അദ്ദേഹം പറയുന്നു. അധിക താരിഫ് ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഇന്ത്യയും US തമ്മിലുള്ള തർക്കമൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിൽ സ്കോട്ട് ബെസന്റ് വലിയ ആത്മവിശ്വാസം ഒരു വശത്ത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്, അതുപോലെ US ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥ ഉള്ള രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് രാജ്യങ്ങളും അധികം വൈകാതെ ഒരുമിക്കുമെന്ന് കരുതുന്നതാണ് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ബെസന്റ് പറയുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും വളരെ നല്ല ബന്ധത്തെക്കുറിച്ചും ബെസന്റ് എടുത്തു പറയുന്നുണ്ട്. ഉന്മേഷ്. ശരി, മധു കൊട്ടാരക്കരയാണ് അമേരിക്കയിലെ ന്യൂജേഴ്സിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.